ഹലോ ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ദി മോസ്റ്റ് ഐക്കോണിക്, വളരെ റെയർ ആയിട്ടുള്ള ഒരു 150cc ബൈക്കാണ് കേട്ടോ. വെൽ, ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്സ്, യു ആർ വാച്ചിങ് റെട്രോ റിവ്യൂ. ദിസ് ഈസ് ഷാഫ്റ്റ്. ലെറ്റ്സ് ഗെറ്റ് ദിസ് സ്റ്റാർട്ടഡ്. വെൽ, നിങ്ങളൊരു റേസിംഗ് ഡി എൻ എ എന്ന് കേട്ടിട്ടില്ലേ? ടി വി എസിൻ്റെ ഒരു ടാഗ് ലൈനാണ് അതല്ലേ, റേസിംഗ് ഡി എൻ എ. വെൽ, ഈ ഒരു റേസിംഗ് ഡി എൻ എയുടെ ഉത്ഭവത്തിൻ്റെ ഉറവിടമാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ഐക്കോണിക് 150cc മോട്ടോർ. യെസ്, ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദിസ് ചാനൽ, ഏർലി 20s ആ ഒരു 2 സ്ട്രോക്കുകൾ അടക്കി വാണുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു ഭാരത് എമിഷൻ സ്റ്റാൻഡേർഡ്സ് പിരിമുറുക്കിയ ടൈമിൽ ടി വി എസും സുസുക്കിയും കൂടെ ടൈപ്പിൽ ഇറക്കിയ അവരുടെ ഒരു 147cc അഡാറ് മുതൽ, ദാറ്റ്സ് ദ TVS സുസുക്കി Fiero 150. യെസ്, അങ്ങനെ ആ ഒരു മുതൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. വളരെ റെയർ ആയിട്ടുള്ളൊരു മുതലാണിത്. ദ ഫസ്റ്റ് ജെൻ, അത് ജെൻ 1 സുസുക്കി ഫിയറോ ആണ് ഈ കാണുന്നത്. വെൽ, കിട്ടാനായിട്ട് അതുപോലെ പാടുള്ളൊരു മുതലാണ് കേട്ടോ ഇത്. ഇപ്പോൾ കറൻ്റ്ലി എന്താ പറയുക, നമ്മൾ മാർക്കറ്റ് പ്ലേസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പയ്യെ വില അത്യാവശ്യം കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണിത് ഈ കാണുന്നത് കേട്ടോ. വെൽ, വണ്ടിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞു തരാം. വണ്ടി ഒരു ഓവറോൾ ലുക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു RX-Z ആ ഒരു ടീമിലോട്ടാണ് വണ്ടിയുടെ ഓവറോൾ ആ ഒരു ബോക്സി ഡിസൈൻസും കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത് കേട്ടോ. വെൽ, ഹെഡ്ലൈറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഹെഡ്ലൈറ്റ് വളരെ എന്താ പറയുക, ആ ഒരു ടൈമിൽ ഇതൊരു ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു ഹെഡ്ലൈറ്റ് ഡിസൈൻ വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് രണ്ടും ഹെഡ്ലൈറ്റിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വളരെ സ്ലീക്ക് ആൻഡ് സ്ലിം ആയിട്ടുള്ള, അതായത് ഇതിൻ്റെ പുറത്തേക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ചാടി നിൽപ്പില്ല, എല്ലാം ആ ഒരൊറ്റ ഒരു ഫ്രണ്ട് വൈസറിനകത്ത് തന്നെ എല്ലാം സെറ്റ് ചെയ്ത ഒരു ഒറ്റ പീസാണ് ഫ്രണ്ട് കാണുന്നത്. ആൻഡ് ഈ ഒരു ലോങ് സസ്പെൻഷൻ, ഇത് കുറച്ച് പണിതിട്ടുള്ള വണ്ടിയാണ്, കുറച്ചെടുത്ത് കസ്റ്റം ചെയ്തിട്ടുള്ള വണ്ടികളാണ്. വെൽ, ഇതിൻ്റെ സ്റ്റോക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരു സസ്പെൻഷൻ തന്നെയാണ് ഇതിന് സ്റ്റോക്കും വരുന്നത്. ഓൾമോസ്റ്റ് ഇതൊരു ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു അത്യാവശ്യം ഓഫ് റോഡ് ക്യാപ്പബിലിറ്റീസ്, അതുപോലെ ഒരു ഡേർട്ട് ട്രാക്ക് മോഡ് ആ ഒരു ടീമിലാണ് എൻറ്റയർലി ഈ ഒരു സാധനം ബൈ സ്റ്റോക്കാണേലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടാങ്ക്, വെൽ, ഇതൊരു ഐക്കോണിക് ടാങ്കാണ് കേട്ടോ. കാരണം വളരെ റയർ പീസാണ്. ഇതിൻ്റെ ഒരു സൈഡിലത്തെ ഒരു പീസും അതുപോലെ ആ ഒരു ഓവറോൾ ഒരു ഡിസൈനും. വെൽ, ഒരു നോർമൽ ഒരു ടാങ്ക്, ഒരു സ്റ്റാൻഡേർഡ് ബൈക്കിൻ്റെ ഒരു ടാങ്കിലേക്ക് ഈ ഒരു സൈഡ് പീസ് വന്നപ്പോഴത്തേക്കിനും എൻറ്റയർലി ബൈക്കിൻ്റെ ഒരു ലുക്ക് അങ്ങ് മാറി. അങ്ങനത്തെ ഒരു സൈഡ് പ്രൊഫൈലാണ് ആ ഒരു ടാങ്കിനുള്ളത്. ദെൻ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് പാനൽ, ഒരൊറ്റ സൈഡ് പാനലാണ് ഈ കാണുന്നത് കേട്ടോ. വെൽ, ടെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇസഡിൻ്റെ ഒരു ചെറിയൊരു സാമ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് തോന്നിക്കും. ആൻഡ് പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ പുറകിലുള്ളതും നമ്മുടെ ഹെഡ്ലൈറ്റ് പോലെ തന്നെ വളരെ വെറൈറ്റി രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സുമാണ് പുറകിലുള്ളത്. ബ്രേക്ക് ലൈറ്റിൻ്റെ ആ ഒരു ഒറ്റ പോർഷനിൽ ഇൻഡിക്കേറ്റേഴ്സും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെയിൽ ഡിസൈനാണ് വണ്ടിക്കുള്ളത്. ആൻഡ് സസ്പെൻഷൻ, ഇത് സ്റ്റോക്ക് സസ്പെൻഷൻസ് അല്ല, ഇത് കസ്റ്റം ചെയ്തിരിക്കുന്ന വേറൊരു സസ്പെൻഷൻസ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ 16 ഇഞ്ച് ടയേഴ്സ് ബാക്കിൽ, ദെൻ നോർമൽ 18 ഇഞ്ച് ഫ്രണ്ട് ടയേഴ്സാണ് ഇട്ടിരിക്കുന്നത്. അത്രയൊക്കെയാണ് പുറമേന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വണ്ടിക്ക് ഓവറോൾ തോന്നിക്കുന്ന ഒരു ലുക്കും ഫീലും ഒക്കെ. വണ്ടിയുടെ ഹൈറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഹൈറ്റാണ് കേട്ടോ. വണ്ടി നമ്മൾ കയറി ഇരുന്ന് ഓടിക്കുമ്പോഴും ആ ഒരു ഹൈറ്റ് നമുക്ക് തോന്നിക്കും. നമ്മുടെ ഒരു എക്സ്പോൾസിലൊക്കെ പോകുന്ന ആ ഒരു ഫീലാണ് വണ്ടി തരുന്നത് കേട്ടോ. ആൻഡ് യെസ്, റൈഡിങ് കംഫർട്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുഷനിങ് ഉള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ട്രഡീഷണൽ ഒരു എന്താ പറയുക, ട്രഡീഷണൽ ബൈക്കിൻ്റെ ഒരു അത്യാവശ്യം നല്ല സ്പോഞ്ചി ആയിട്ടുള്ള, ഇപ്പോൾ പില്ലിയൻ ടൈസിലാണെങ്കിലും അത്യാവശ്യം നല്ല കുഷനിങ് ആയിട്ടുള്ള സീറ്റാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഹാൻഡിൽ ബാറും മീറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മീറ്റർ വളരെ സിമ്പിളായിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് RPM കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് സ്പീഡോമീറ്ററിൽ 140 വരെ കാണിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ബൈ സ്റ്റോക്ക് പറയുന്ന ടോപ്പ് എന്ന് പറയുന്നത് അറൗണ്ട് 115 to 120 ആ ഒരു റേഞ്ചിലാണ് വണ്ടിക്ക് ടോപ്പ് എൻഡ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ്, വെൽ, ഹൈ ബീം, ലോ ബീം, ന്യൂട്രലിൻ്റെ ഒരു ലൈറ്റ് ആൻഡ് ഫ്യൂൽ ഗേജ്. ഇത്രയാണ് ആ ഒരു മീറ്റർ കൺസോളുള്ളത്. ദെൻ ഇവിടെ ഒരു താക്കോലിടാനുള്ളത് നമ്മുടെ മീറ്ററിൽ തന്നെ ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്നതാണ്. വളരെ മിനിമലായിട്ടുള്ളൊരു മീറ്റർ സെറ്റപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് വണ്ടിയുടെ ടാങ്ക് ഞാൻ പറഞ്ഞല്ലോ,
ടാങ്ക് ഈ ഒരു എന്താ പറയുക ഒരു നോർമൽ കമ്മ്യൂട്ടർ ബൈക്കിൻ്റെ ഒരു ഷേപ്പ് ആയിരുന്നു. ദെൻ ഈ ഒരു സൈഡ് പീസ് വന്നപ്പോഴത്തേക്കിനും എൻറ്റയർലി വണ്ടിയുടെ ഒരു ലുക്കും ഭാവവും തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അത്രയൊക്കെയാണ് ലുക്ക് വൈസ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നത്. ദെൻ നമുക്ക് എൻജിൻ ഭാഗത്തോട്ട് കിടക്കാം. എൻജിൻ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു റേസിംഗ് DNA ഉത്ഭവം കേട്ടോ. ഈ ഒരു എൻജിനിൽ നിന്നാണ് TVS അവരുടെ ആ ഒരു അപ്പാഷെ സീരീസ് ഫുള്ള് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു 150cc എൻജിൻ്റെ ബേസിൽ നിന്നായിരുന്നു. വെൽ ബൈ സ്റ്റോക്ക് വണ്ടിയുടെ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 bhp ഓഫ് പവർ ആൻഡ് 10 Nm ഓഫ് ടോർക്കാണ് വണ്ടിയുടെ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ 4th ജനറേഷൻ FC-ക്ക് 12 PS ഓഫ് പവറാണ് ഉള്ളത്. ആ ഒരു സെയിം 12 PS ഓഫ് പവർ നമുക്ക് ആ ഒരു ബൈറ്റ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതും ഇത്രയും സ്ലീക്ക് ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. സോ എത്രത്തോളം ആ ഒരു പഞ്ച് കിട്ടുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വണ്ടിയിൽ ഞാനൊന്ന് കയറി ഇരുന്ന് കാണിക്കാം കേട്ടോ. വണ്ടിയുടെ ആ ഒരു ഓവറോൾ ലുക്ക്, ടാങ്കിൻ്റെ ഫ്രണ്ട് പോർഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക റെട്രോ ലുക്കാണ് വണ്ടിക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് വണ്ടിയിലൊന്ന് കയറി ഇരുന്ന് കാണിക്കാം. വണ്ടിയിൽ കയറി ഇരുന്നാൽ തന്നെ വണ്ടിയുടെ ആ ഒരു ഹൈറ്റ് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റും. എൻ്റെ കാല് കറക്റ്റ്, അതായത് മുട്ട് മടങ്ങിയിട്ടില്ല, കാല് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഫ്ലോറിൽ ടച്ച് ചെയ്യുന്നത്. ആൻഡ് ഇതാണ് വണ്ടിയുടെ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത് കേട്ടോ. വീഡിയോ ഒരിച്ചിരി സൂമിൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. വെൽ ഇതാണ് ഒരു ടാങ്കിൻ്റെ ഒരു പോർഷൻ, ഇതാണ് ഒരു മീറ്ററിൻ്റെ വ്യൂ, ഇതാണ് ഹാൻഡിൽസ്, സ്വിച്ചസൊക്കെ ഇത് വേറെ ബൈക്കിൻ്റെ ഒക്കെ സ്വാപ്പ് ചെയ്താണ് കേട്ടോ സ്വിച്ചസ് ഒന്നും. പിന്നെ ഈ ഒരു വണ്ടിക്ക് ഇഗ്നിഷൻ വരുന്നുണ്ട്, സ്റ്റോക്ക് തന്നെ വണ്ടിക്ക് ഇഗ്നിഷൻ വരുന്നുണ്ട്. വെൽ ഇത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു നോർമൽ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ആസ് പാർട്ട് ഓഫ് റിസ്റ്റോറേഷൻ പുള്ളി വെച്ചിരിക്കുന്ന ഒരു സ്വിച്ചാണ്. ആൻഡ് ക്വിക്ക് ത്രോട്ടിൽ വെച്ചിട്ടുണ്ട് വണ്ടിക്ക്. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. വെൽ വണ്ടി ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ്. വണ്ടിയുടെ എൻജിൻ ഇപ്പോഴും വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നൊരു എൻജിനാണ് കേട്ടോ. ആൻഡ് വേറൊരു വെറൈറ്റി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗിയേഴ്സ് വരുന്നത് ഓൺ ടോപ്പിൽ ന്യൂട്രൽ, ദെൻ എല്ലാം താഴോട്ടാണ്. അതായത് നമ്മുടെ ഒരു MotoGPയുടെ ഒരു സെറ്റപ്പ് പോലെ. MotoGPയിൽ ഫസ്റ്റ് ന്യൂട്രൽ, ദെൻ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെയാണ് വരുന്നത്. ആൻഡ് 4 ഗിയേഴ്സാണ് വണ്ടിക്കുള്ളത്. വണ്ടി ഞാൻ ബാക്കിയൊന്ന് ഓടിച്ച് കാണിക്കാം. വെൽ ഇപ്പോൾ ന്യൂട്രലാണ് ഉള്ളത്. ഫസ്റ്റ് 2 and let's go. വെൽ നമ്മൾ അത്യാവശ്യം ഓഫ് റോഡിൽ കൂടെ പോയാലും വണ്ടി നല്ല കംഫർട്ടാണ് ബിക്കോസ് ഓഫ് ദാറ്റ് ഹൈറ്റ് കേട്ടോ. ഇവിടെ സസ്പെൻഷൻ പക്കയാണ് പുള്ളി കയറ്റിയിരിക്കുന്നത്. വേറൊരു ആഫ്റ്റർ മാർക്കറ്റ് സസ്പെൻഷനാണ് വണ്ടി വെച്ചിരിക്കുന്നത്. ബട്ട് കംഫർട്ട് വൈസ് വണ്ടി പക്കയാണ്. നൈസാ കേട്ടോ. വണ്ടി അത്യാവശ്യം പൊട്ടിച്ച് പോവാം. ഒന്ന് ഡൗൺ ചെയ്ത് കൊടുത്താൽ മതി. പുള്ളി പട്ടേന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ച് നല്ല എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. അത് നിങ്ങൾക്കിപ്പം ലീറ്റർ കറൻ്റ്ലി വർക്കിംഗ് അല്ല, ബട്ട് എന്നാലും നിങ്ങൾക്ക് റണ്ണിങ്ങിൽ കാണാൻ സാധിക്കുമായിരുന്നു. വണ്ടി അത്യാവശ്യം നല്ല ക്ലിക്കും അത്യാവശ്യം നല്ല വൈറ്റി ആയിട്ടുള്ളൊരു ഗിയർ ബോക്സും ഗിയർ റേഷ്യോസും ആണ് വണ്ടിക്കുള്ളത്. എന്നാൽ നമുക്ക് ഇപ്പം കറൻ്റ്ലി ഉള്ള വണ്ടിയുടെ ഒരു കണ്ടീഷൻ കുറച്ച് മോശമാണ്. ബട്ട് ഇതിൻ്റെ ഒരു ബെറ്റർ, അതായത് കുറച്ചുകൂടെ പണിത വണ്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും വീലി അടിക്കുന്ന രീതിയിൽ വണ്ടിക്ക് ടോർക്കും പവറും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടറാണ് വണ്ടിക്കുള്ളത് കേട്ടോ. ഒരു പട്ടാന്ന് പൊട്ടുന്ന ഫീലുണ്ടല്ലോ, അത് ഈ വണ്ടിയിൽ അടിപൊളിയാണ്. അത് ആ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് ആ ഒരു കൺവെൻഷണൽ നമ്മുടെ സ്പ്ലെൻഡർ യൂറോ 1 ഒക്കെ അറിയാം. യൂറോ 1 ഒക്കെ അത്യാവശ്യം ഇതുപോലെ പട്ടാന്ന് പൊട്ടിച്ച് പോകുന്ന ടൈപ്പ് ഒരു എക്സോസ്റ്റ് ആണ് ആ ഒരു വണ്ടിക്കുള്ളത്. സോ ആ ഒരു ടൈപ്പ് എക്സോസ്റ്റ് ഒരു 150cc വണ്ടിയിൽ വെക്കുമ്പോൾ ആ ഒരു 150cc വണ്ടി ഔട്ട്പുട്ട് വരുന്ന ഒരു എയറിൻ്റെ ഒരു പൊട്ടിച്ചുണ്ടല്ലോ, അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാന്നേ ഉള്ളൂ. കുറച്ചുകൂടെ നല്ല വൈറ്റ് ആയിട്ടുള്ള ഒരു പൊട്ടിച്ചായിരിക്കും വണ്ടിക്കകത്ത് നമുക്ക് കിട്ടുന്നത്.
റൈഡിങ് കംഫർട്ട് നോക്കി കഴിഞ്ഞാൽ വളരെ റിലാക്സ് ആയിട്ട് കൈയൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. വലിയ സ്ട്രെസ്ഡ് ആയിട്ടുള്ള കംഫർട്ട്, എന്താ പറയുക, റൈഡിങ് പോസ്റ്ററോ കാര്യങ്ങളോ ഒന്നുമല്ല. വണ്ടി ഒരൊറ്റൊരു കാര്യം ലാക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5th ഗിയർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു. എപ്പോഴും കൈ കൊടുത്ത് പോകുമ്പോഴാണെങ്കിൽ നമ്മളൊരു 5th ഗിയർ ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് നമുക്ക് എപ്പോഴും ഒരു തോന്നൽ തോന്നും. പക്ഷെ നമ്മളൊരു അറൗണ്ട് ഒരു 40-50 അത്യാവശ്യം ക്രൂസ് ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ വണ്ടി വളരെ സ്മൂത്തായിട്ട് കാഴ്ചകളൊക്കെ കണ്ട്, ഇപ്പോൾ റോഡ് പ്രസൻസ് ആണെങ്കിലും വണ്ടി പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ആണ്. എസ്പെഷ്യലി ഈ വണ്ടിക്ക് കളർ കൊടുത്തിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു റെഡിഷ് കളറാണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. സോ റോഡ് പ്രസൻസ് ഈസ് അബ്സല്യൂട്ട്ലി അമേസിങ്. സോ ആ ഒരു, എന്താ പറയുക, ആ ഒരു ഗുമ്മിൽ നമുക്ക് വണ്ടി നല്ല രീതിയിൽ ഓടിച്ചു പോകാം. വണ്ടി ഒന്ന് നിർത്താം. വണ്ടി അത്യാവശ്യം ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. കാരണം വണ്ടിയുടെ ഹൈറ്റ് ഓൾറെഡി നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റാൻഡിനും ഇനി ഹൈറ്റ് കൂട്ടണം. ഇതാണ് മോനെ ആ ഒരു ലുക്ക് കേട്ടോ. എന്താ ലുക്ക്! ആ ടെയിലൊക്കെ കണ്ടില്ലേ? ടെയിലൊക്കെ ഓൾമോസ്റ്റ് ആ ഒരു ഇസഡിൻ്റെ ഒരു കോപ്പിറൈറ്റ് പോലെ നമുക്ക് തോന്നിക്കും കേട്ടോ. അതുപോലെ വണ്ടി ഈസ് അബ്സല്യൂട്ട്ലി അമേസിങ്. അതായത് ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആയിരുന്നെങ്കിൽ മാരകം, ഒന്നും പറയാനില്ല. ഇപ്പം ഈ സാധനത്തിനകത്ത് നമ്മൾ കസ്റ്റമൈസേഷനെ പറ്റി പറയുകയാണെങ്കിൽ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. നമ്മുടെ അപ്പാഷയുടെ എൻജിൻ ഇതിനകത്ത് ഡയറക്റ്റ് സ്യൂട്ടാണ്. കാരണം സെയിം സാധനം, നിങ്ങൾ അപ്പാഷയുടെ ഒക്കെ മുതുമുത്തച്ഛനെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അതിനകത്തുനിന്ന് എൻജിൻ വേണേൽ സ്വാപ്പ് ചെയ്ത് ഇതിനകത്തോട്ട് കയറ്റാം. സോ യു ഗോട്ട് എ 5 സ്പീഡ് ഗിയർ ബോക്സ് ആൻഡ് ബെറ്റർ പെർഫോമൻസ്. വണ്ടി പറക്ക് സാധനം. ഓർത്ത് നോക്കിയേ, 115 കിലോയേ ഉള്ളൂ വണ്ടി വിത്ത് ദാറ്റ് എൻജിൻ. നമ്മൾ ആ എൻജിൻ മാറ്റിയിട്ട് അപ്പാഷയുടെ എൻജിൻ വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ചിലപ്പോൾ വെയിറ്റ് ഒരു എൻജിന് കുറച്ച് വ്യത്യാസം കാണും. ബട്ട് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 13 or 14 bhp പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടോർക്ക് ഈസ് ആബ്സല്യൂട്ട്ലി മാസീവ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് അപ്പാഷി ഡെവലപ്പ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു എൻറ്റയർ ലൈനപ്പുകൾ വാസ് ബിൽറ്റ് ഫോർ ഡ്രാഗ് റേസ്. യെസ്, അപ്പാഷി സ്റ്റിൽ അപ്പാഷി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് ഒരു ഏറ്റവും ക്വിക്കായിട്ട് 0 to 100 അടിക്കാൻ പറ്റിയ ഏറ്റവും ക്വിക്കായിട്ടുള്ളൊരു മോട്ടറായിരിക്കും TVS പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സെയിം വിത്ത് ദിസ് തിങ്. ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്ത ഒരു കാലഘട്ടത്തിൽ ഡ്രാഗ് റേസുകൾ ഒരുപാട് ഫേമസ് ആയിരുന്നു. ഇസഡൊക്കെ ഇട്ട് ചുമ്മാ പൊട്ടിച്ച് പാളിച്ച്, എന്താ പറയുക, മരണമാസ് ഡ്രാഗ് റേസുകളൊക്കെ നടന്നുകൊണ്ടിരുന്ന ടൈമിലാണ് അവർ ഈ ഒരു 150cc എൻജിൻ ആ ഒരു തീമിലും കൂടെ ഇങ്ങോട്ട് ഇറക്കിയത്. ബട്ട് മോർ ഓവർ ദാറ്റ് ഇതൊരു കമ്മ്യൂട്ടർ ബൈക്ക് പോലെയായിരുന്നു അവർ, എന്താ പറയുക, ഡിസൈൻ ചെയ്തിരിക്കുന്നതും. എൻ്റെ ഒരു റൈഡിങ് പോസ്റ്റർ ആണെങ്കിൽ ആ ഒരു എൻറ്റയർ, എന്താ പറയുക, ഒരു കമ്മ്യൂട്ടർ ബൈക്കായിട്ടായിരുന്നു. മോർ ദാൻ എ ഡ്രാഗ് റൈസർ. ബട്ട് ഫ്യൂച്ചറിൽ TVS ഈ ഒരു എൻജിൻ എടുത്തിട്ട് അവരുടെ ഫർദർ അവരുടെ ഒരു റേസിംഗ് ടീം ഡെവലപ്പ് ചെയ്യുകയും ഈ ഒരു എൻജിനെ അവർ പിന്നെയും മെരുക്കി നമ്മളിപ്പോൾ കാണുന്ന ഒരു TVSൻ്റെ റേസിംഗ് DNA അൺലീഷ് ചെയ്തിരിക്കുന്ന എൻജിനുകളിലേക്ക് വരികയും ഓവറോൾ ഇപ്പോഴും ആ ഒരു ഡ്രാഗ് റേസ് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്താണെങ്കിലും വണ്ടി ഇറക്കുകയും ചെയ്യുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ടയർ സൈസൊക്കെ ചെറുതാണ് കേട്ടോ. കാരണം ആ ഒരു ടൈമിൽ ഡ്രാഗ് റേസിൻ്റെ ഒക്കെ ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോർണേഴ്സൊന്നും അധികം നമ്മൾ നോക്കാനായിട്ട് പോകുന്നില്ല. അതായത് കോർണറിങ്ങോ കാര്യങ്ങളോ ഒന്നും അധികം വരുന്നില്ല. ജസ്റ്റ് ഷിഫ്റ്റ് ദ ഗിയർ ആൻഡ് ഫ്ലൈ. ആ ഒരു തീമായിരുന്നു, ആ ഒരു കോൺസെപ്റ്റ് ഡ്രാഗ് റേസിൻ്റെ കേസിൽ വരുന്നത്. അതേ ഒരു എർഗോണോമിക്സ്, അതായത് ഈ ഒരു സൈസ് കുറഞ്ഞ ടയറിൽ വരുന്ന മറ്റ് കുറച്ച് ഡ്രാഗ് റേസ് മുതലുകളും നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ പിന്നീട് വന്നതായിട്ട് കാണാം. പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്നത് ദി ബിഗിനർ അല്ലെങ്കിൽ എന്താ പറയുക, ട്രെൻഡ് സെറ്റ്ലർ എന്നൊക്കെ വേണേൽ പറയാം. ഈ ഒരു വണ്ടിയും അതുപോലെ ഹീറോ ഹോണ്ടയുടെ CBZ രണ്ടും ഒന്നിനൊന്ന് മെച്ചമാണ്. CBZന് 5 സ്പീഡ് ഗിയർ ബോക്സ് ഉണ്ടായിരുന്നു, 13 bhp ഓഫ് പവർ ഉണ്ടായിരുന്നു. ഇത് കുറച്ച് സ്കെയിൽ ഡൗൺ വേർഷൻ, 4 ഗിയർ ബോക്സ്, 4 സ്പീഡ് ഗിയർ ബോക്സ് ആൻഡ് 12 PS ഓഫ് പവർ. അങ്ങനെയൊക്കെയാണ് കേട്ടോ വണ്ടിയുടെ ആ ഒരു ഓവറോൾ ലുക്കും ഫീലും റൈഡിങ് കംഫോർട്ടും കാര്യങ്ങളൊക്കെ. നമുക്ക് എന്താ പറയുക, ഇപ്പം
സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഇരുന്ന് പോയ വണ്ടികൾ നമുക്ക് കിട്ടുന്നതാണ്. അറൗണ്ട് ഇപ്പം മാർക്കറ്റ് പ്രൈസ് ഒരു 25 to 30 ആ ഒരു റേഞ്ചിലാണ് വണ്ടിയുടെ മാർക്കറ്റ് കറൻ്റ്ലി നിൽക്കുന്നത്. പക്ഷേ ഐ എം 100% ഷുവർ ഈ ഒരു സാധനത്തിൻ്റെ റേറ്റ് ഇനി കൂടി വരും. സോ നിങ്ങൾക്കൊരു എന്താ പറയുക, ഇതുപോലെ അധികം വാരിക്കോരി ചുമ്മാ ടോപ്പ് ആൻഡ് അടിച്ച് പവറും പോളിഷ് നടക്കാണ്ടല്ല, ഒരു റെട്രോ ക്ലാസിക് ലുക്ക് പിടിക്കണം, ആ ഒരു പഴയ കാലഘട്ടത്തിലെ ഒരു ഐക്കോണിക് മോഡലുകൾ നിങ്ങൾക്ക് വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു വണ്ടിപ്രാന്തനാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഫിയറോ ഈസ് മോസ്റ്റ് പ്രഷ്യസ് 150cc യു ക്യാൻ ബൈ. കാരണം ലുക്ക് വൈസും വർക്ക് വൈസും സാധനം പക്കയാണ്. ആൻഡ് വണ്ടിയുടെ മൈലേജ് ലാസ്റ്റായിപ്പോയി, വണ്ടിയുടെ എൻജിൻ്റെ സ്പെക്ക് പറയുമ്പം ഞാൻ ആ പവറിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററിയിൽ ഞാൻ സ്റ്റക്കായിപ്പോയി. വണ്ടിയുടെ മൈലേജ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40 to 45 km/L മൈലേജ് വെൽ മെയിൻറ്റെയിൻഡ് എൻജിനാണെങ്കിൽ കിട്ടുന്നതാണ്. വണ്ടി ഇരിക്കുന്നത് തന്നെ കണ്ടില്ലേ, മാരക ലുക്കാണ് കേട്ടോ. സീരിയസ്ലി വിത്ത് ദാറ്റ് ടെയിൽ, ആ ടെയിൽ വളരെ ഐക്കോണിക് ആയിട്ടുള്ള ടെയിലാണ്. അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും സൈഡിലോട്ട് ചാടി നിൽക്കുന്നില്ലാത്തതുകൊണ്ട് ഭയങ്കര സ്ലീക്കായിട്ടുള്ള ഒറ്റ ലുക്ക്. ഓഫ് കോഴ്സ് നമ്മുടെ ഇസഡിനും ഓർക്കണം, ടെയിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഇസഡിൻ്റെ ഒരു ടെയിൽ നമ്മളിങ്ങനെ പതുക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ഓൾമോസ്റ്റ് അതുപോലത്തെ ഒരു ടെയിൽ സെക്ഷനാണ് വണ്ടിക്ക് കിട്ടുന്നത്. വെൽ, അത്രയൊക്കെയാണ് വണ്ടിയുടെ ഓവറോൾ വിശേഷങ്ങൾ. ആൻഡ് നമുക്ക് വന്നിടത്തോട്ട് തന്നെ തിരിച്ചു പോവാം. ഒരുപാട് നേരം ഇവിടെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഇടി കിട്ടുന്നതാണ്. വണ്ടിയുടെ ആ ഒരു RPMൻ്റെ കണക്കുകൾ കാണിക്കാനായിട്ട് RPM മീറ്റർ ഇല്ലാതെ പോയി. പക്ഷെ ഞാൻ പറയാം, എവറി ഗിയർ ഇനീഷ്യൽ ഈസ് ഫ്രൈഡ് ചിക്കൻ മന്തി. ഓഫ് കോഴ്സ് നമുക്കൊരു അൽഫ മന്തി ആ ഒരു ഇനീഷ്യൽ പോയിന്റിൽ നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇനീഷ്യൽ ടോർക്കാണ് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അധികം താമസിയാതെ നമുക്ക് തിരിച്ച് പോകാം. ചുമ്മാ ത്രോട്ടിൽ എടുത്താലും വണ്ടി പൊട്ടും കേട്ടോ, പൊട്ടല് വീരനാണ് ഞാൻ. വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് വളരെയധികം പണിയാണ് കേട്ടോ. വണ്ടി വെറുതെ കൈ കൊടുത്താൽ തന്നെ വണ്ടി പട്ടപെട്ടാന്ന് പൊട്ടും. വെൽ, അത്രയൊക്കെയാണ് നമ്മുടെ TVSൻ്റെ സുസുക്കി ഫിയറോടെ ആ ഒരു റൈഡിങ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇപ്പം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടാവും. ബട്ട് തീർത്ത് കഴിഞ്ഞാൽ ഇതൊരു 1.5 മുതലാണ്. ആരാണെങ്കിലും നോക്കിപ്പോവും ഫോർ ഷുവർ. കാരണം ഇപ്പോഴാണ് ഈ ഒരു സാധനം, ഈ ഒരു ട്രെൻഡും കാര്യങ്ങളൊക്കെ കയറി കത്തിക്കയറി വരുന്നത് കേട്ടോ, ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ. സോ ഇതാണ് നമ്മുടെ TVS ഇറക്കി വിട്ട സുസുക്കിയുടെ ഫിയറോ 150. ആൻഡ് വൺ മോർ ക്വിക്ക് തിങ്, വണ്ടി സെറ്റ് ചെയ്ത് തന്നെ അമൽ ബ്രോയ്ക്കും വണ്ടി ഉണ്ടെന്ന സാരെങ്കിലും വളരെയധികം നന്ദി കേട്ടോ. കാരണം വളരെ റെയർ ആയിട്ടുള്ളൊരു പീസാണ്. എനിക്കറിയില്ലായിരുന്നു ഇത്ര പെട്ടെന്ന് ഈ സാധനം കിട്ടുമെന്നൊന്നും. കണക്ട് ചെയ്ത് അമൽ ബ്രോ വണ്ടി എനിക്ക് സെറ്റ് ചെയ്ത് തന്നു. വെൽ, താങ്ക്സ് എ ലോട്ട്. വെൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, അതുപോലെ ഫിയറൊക്കെ എടുക്കാനായിട്ട് നോക്കി നടക്കുന്ന ടീംസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. വേറൊരു റെട്രോ വണ്ടിയായിട്ട് ഇനിയും കാണാം. അൻറ്റിൽ ദെൻ ബൈ.